കത്തിക്കയറുകയാണ് PM ശ്രീ വിവാദം. CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കമായി അത് മാറുമ്പോഴും പ്രശ്നം പരിഹരിക്കുമെന്ന് LDF നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോഴും നീണ്ടു പോവുകയാണ് പ്രശ്നപരിഹാരം. അതൊന്ന് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് UDF കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലാണ് ആദ്യം അഭിപ്രായം പറഞ്ഞത്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം പിൻവാങ്ങണം എന്ന്. ഒപ്പിട്ട നടപടി തെറ്റാണ്. അത് പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഡീലാണ്, CPM-ഉം BJP-യും തമ്മിലുള്ള ഡീലാണ് എന്നും. അപ്പോഴാണ് ഒരു ചോദ്യം ഉയർന്നത്. അതിനുശേഷം ഇതുവരെ KC വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല, കേരളത്തിലേക്ക് വന്നിട്ടുമില്ല. അദ്ദേഹം എവിടെയാണ് എന്ന് പോലും അറിയില്ല. അതല്ലെങ്കിൽ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും സംസ്ഥാന സർക്കാരിനെതിരെ 2 വാക്ക് പറയുകയും ചെയ്യുന്ന KC വേണുഗോപാൽ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല, എവിടെയും കാണുന്നില്ല. എന്താണ് പ്രശ്നം എന്നല്ലേ? 2022 സെപ്റ്റംബർ 7-നാണ് കേന്ദ്ര മന്ത്രിസഭ PM ശ്രീ പദ്ധതി അംഗീകരിക്കുന്നത്. 2022 സെപ്റ്റംബർ 7-ന് 27,360 കോടി രൂപയുടെ പദ്ധതിയാണ്. 27,360 കോടി രൂപയുടെ പദ്ധതി. ഇന്ത്യയിലൊട്ടാകെ 14,500 സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അതിനുശേഷം ഇന്ത്യയിലെ വിദ്യാഭ്യാസ പുരോഗതിയുടെ ഷോക്കേസാക്കി ഈ സ്കൂളുകൾ മാറ്റുക എന്നതാണ് നരേന്ദ്രമോദി സർക്കാർ ഉദ്ദേശിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് 27,360 കോടി രൂപയുടെ പദ്ധതി 2022 സെപ്റ്റംബർ 7-ന് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത്. അതിനുശേഷം വിവിധ സംസ്ഥാനങ്ങളോട് ഈ പദ്ധതിയിൽ ചേരാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ ചേർന്ന ആദ്യ സംസ്ഥാനമായിരുന്നു രാജസ്ഥാൻ. ആദ്യഘട്ടത്തിൽ ചേർന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, അസം, ചണ്ഡീഗഡ്, ദാദ്ര നാഗർ ഹവേലി, ഗുജറാത്ത്, ഹരിയാന, ജമ്മു കാശ്മീർ, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മേഘാലയ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് 2022 ഒക്ടോബറിൽ ഈ പദ്ധതിയിൽ ചേർന്ന് MOU-ൽ ഒപ്പിട്ടത്. അന്ന് രാജസ്ഥാൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് മാത്രമല്ല, ഇന്നത്തെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും ഇന്ത്യയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ അശോക് ഗെഹ്ലോട്ടാണ് അന്ന് മുഖ്യമന്ത്രി. അന്ന് വിദ്യാഭ്യാസ മന്ത്രി BD കല്ല, രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാവാണ് BD കല്ല, അദ്ദേഹമാണ് വിദ്യാഭ്യാസ മന്ത്രി. ആകെ 718 സ്കൂളുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും 56% സ്കൂളുകളും ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും അന്ന് BD കല്ല നൽകിയ വാർത്താക്കുറിപ്പും മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട്. ഇതെങ്ങനെയാണ് KCക്ക് പാരയാകുന്നത് എന്നതല്ലേ? KCക്ക് പാരയാകുന്നത് KC വേണുഗോപാൽ അന്ന് രാജസ്ഥാനിലെ രാജ്യസഭാംഗമാണ്. രാജസ്ഥാനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാ അംഗമാണ് അദ്ദേഹം. അന്ന് രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട MP-മാരിൽ ഒരാളാണ്. അദ്ദേഹം അറിയാതെയായിരിക്കുമോ ഇത് ഒപ്പിട്ടത്? അന്ന് KC വേണുഗോപാൽ ഇതിനെതിരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. അതിനുശേഷം അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാരുകൾ, കർണാടക, തെലങ്കാന മുതലായ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകൾ ഇത് വലിയ പദ്ധതിയാണ് എന്നും അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇനിയും ഫണ്ട് അനുവദിക്കണം എന്നും ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും സർക്കാരിന്റെ നേട്ടമായി അത് ഉയർത്തിക്കാട്ടുകയും ചെയ്തതും ഇപ്പോൾ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട്. താൻ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്ന കാലത്താണ് രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്ന കാര്യം KC വേണുഗോപാൽ അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടോ? അദ്ദേഹമാണ് അത് സംബന്ധിച്ച് പറയേണ്ടത്. അദ്ദേഹം അറിഞ്ഞില്ല എങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിവില്ല എന്ന് പറയാമായിരുന്നു. അതല്ലെങ്കിൽ അദ്ദേഹം പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് ഇതേക്കുറിച്ച് അന്വേഷിക്കാമായിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് എങ്ങനെയാണ് പദ്ധതി നടക്കുന്നത് എന്നത് ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു VD സതീശൻ. അതുകൊണ്ടാണ് VD സതീശൻ ഒന്ന് കളം മാറി ചവിട്ടിയത്. VD സതീശൻ പറഞ്ഞത് പണം വാങ്ങണം, അത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പണമാണ്. SSIയുടെ ഫണ്ട്, സർവ ശിക്ഷ അഭിയാന്റെ ഫണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നു 1,500 കോടിയോളം രൂപ. അത് വാങ്ങിയെടുക്കേണ്ടതാണ്. അതിന് ചർച്ച നടത്തണം, വാങ്ങിയെടുക്കണം. പക്ഷേ NEP ദേശീയ വിദ്യാഭ്യാസ നയം അത് നടപ്പാക്കരുത്, അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന്. അക്കാര്യം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നത്. പണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പിട്ടിരിക്കുന്നത്, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല. ഇതാണ് വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നത്, CPIM നേതാക്കളും പറയുന്നത്. പക്ഷേ അക്കാര്യം ഇതുവരെ
CPIയെ ബോധ്യപ്പെടുത്താൻ CPM നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല, ബോധ്യപ്പെടുത്തും എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. VD സതീശൻ ഇക്കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് തന്ത്രപരമായാണ് നീങ്ങിയത്. പക്ഷേ കെണിയിൽ വീണത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം തീരുന്നത് വരെ കേരളത്തിൽ വന്നാലും മാധ്യമങ്ങളെ കാണേണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, സർക്കാരിനെതിരെ വലിയ ആയുധമായി മാറ്റാൻ കഴിയുമായിരുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ പദ്ധതിയുടെ നടത്തിപ്പ് പെട്ടെന്ന് തന്നെ കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിന് ഇടയാക്കിയത് KC വേണുഗോപാലിന്റെ പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ വാർത്താ സമ്മേളനമാണ്. അദ്ദേഹം കുറച്ചുകൂടി അവധാനതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ലഭിച്ച നല്ലൊരു ആയുധമായി അത് മാറുമായിരുന്നു. പക്ഷേ VD സതീശൻ വളരെ തന്ത്രപൂർവമാണ് കാര്യങ്ങൾ നീക്കിയത്. അതുകൊണ്ട് VD സതീശൻ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ഗോൾ പോസ്റ്റിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അത് KC വേണുഗോപാലിന് എതിരെയാണ്. KC വേണുഗോപാലും VD സതീശനും മുഖാമുഖം നിൽക്കുമ്പോൾ സ്വാഭാവികമായും കിട്ടുന്ന അവസരങ്ങൾ VD സതീശൻ ഉപയോഗിക്കും. അത് ഉപയോഗിച്ചിട്ടുണ്ട് VD സതീശൻ എന്ന് മാത്രം. അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് തിരിച്ചടിക്കാൻ ഒരു വടിയും കൂടി കൊടുത്തിട്ടാണ് KC വേണുഗോപാൽ പോയിരിക്കുന്നത്. ആ വടി ഉപയോഗിച്ച് ഇടതുപക്ഷം UDF കോൺഗ്രസ് നേതാക്കളെ തുരുതുര അടിച്ചുകൊണ്ടിരിക്കുകയാണ്.